ഒരു ചെറിയ കുട്ടിയെ മദ്രസയിൽ ചേർക്കുമ്പോൾ അവിടുത്തെ ഉസ്താദ് ആദ്യം പഠിപ്പിക്കുന്ന അക്ഷരം അലിഫ് എന്നാണ്. മുകളിൽ നിന്നും താഴത്തേക്ക് ഒരു വര. ചെറിയ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും വളരെ വളരെ ലളിതമാണ് അറബി അക്ഷരങ്ങൾ. അതിൽ ആദ്യത്തെ അക്ഷരം അലിഫ്, മുകളിൽ നിന്നും താഴത്തേക്ക് ഒരു വര കൊടുത്താൽ മതി. എന്നാൽ അലിഫ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആദ്യം കുട്ടിയുടെ മനസ്സിലേക്ക് എത്തുന്ന ആദ്യ അക്ഷരമാകുന്ന അലിഫ് എന്ന വാക്കിന്റെ അർത്ഥം ഇണങ്ങുക എന്നാണ്. ഹൃദയം കൊണ്ട് അടുക്കുക, ഇണങ്ങുക എന്നാണ്. നോക്കുക, അള്ളാഹു എന്ന വാക്ക് ഉസ്താദ് ബോർഡിൽ എഴുതി കാണിക്കുമ്പോൾ അള്ളാഹു എന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം അലിഫ് എന്നാണ്. ഒരു കുട്ടി ആദ്യം ഇണങ്ങേണ്ടത് ഈ പ്രപഞ്ചനാഥനായ സൃഷ്ടാവായ അള്ളാഹുമായിട്ടായിരിക്കണം, പടച്ചവനുമായിട്ടായിരിക്കണം. രണ്ടാമത് ഉസ്താദ് എഴുതുകയാണ് അഹ്മദ്. അഹ്മദ് എന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം അലിഫാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ നാമമാണ് അഹ്മദ്. നബിതങ്ങളുമായിട്ടാണ് ഒരു കുട്ടി രണ്ടാമത് ഇണങ്ങേണ്ടത്. വീണ്ടും ഉസ്താദ് ബോർഡിൽ എഴുതുകയാണ് ഉമ്മുൻ. ഉമ്മുൻ എന്ന് പറഞ്ഞാൽ മാതാവ്. ഉമ്മുൻ എന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം അലിഫാണ്. ഒരു കുട്ടി പിന്നീട് ഇണങ്ങേണ്ടത് തൻ്റെ മാതാവുമായിട്ടാണ്. വീണ്ടും ഉസ്താദ് എഴുതുകയാണ് അബുൻ. അബുന്റെ ആദ്യത്തെ അക്ഷരം അലിഫാണ്. ആ കുട്ടി പിന്നീട് ഇണങ്ങേണ്ടത് തൻ്റെ പ്രിയപ്പെട്ട പിതാവുമായിട്ടാണ്. ആരാണ് മാതാവ്, പിതാവ് എന്നാണ് ആ കുട്ടി പിന്നീട് പഠിക്കേണ്ടത്. വീണ്ടും ഉസ്താദ് ബോർഡിൽ എഴുതുകയാണ് ഉസ്താദുൻ, അധ്യാപകൻ. കുട്ടി ഇണങ്ങേണ്ടത് അടുത്തത് തൻ്റെ അധ്യാപകനുമായിട്ടാണ്, ഇണങ്ങിച്ചേരേണ്ടത്. ഉസ്താദുൻ എന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരവും അലിഫ് ആണ്. നോക്കുക, അറബി എത്ര മഹത്തരമാണ്, എത്ര മനോഹരമാണ്. ഒരു കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് അത് എത്തുമ്പോൾ അത് ഏറ്റവും സൗന്ദര്യപൂർണമാവുകയും ചെയ്യുന്നു.